ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മള് ഇന്ന് കോളേജിലേക്ക് പോവാണ്. ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് അവറിനാണ് പോണത്. ടൈം എത്രയായി? ടൈം ഇപ്പൊ 10 മണി ആവാറായി. 10 10 മണി ആവാറായി. അപ്പൊ നമ്മളിപ്പോ കോളേജിൽ പോവാണ്. ഞാൻ ഹാപ്പിയും ടിങ്കിളുമാണ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോ കോളേജിൽ പോണ വഴിക്ക് കാണിച്ചു ഗൈസ്. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ മാത്രമേ തോന്നുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്ക് HOD സാറ് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ. അപ്പോ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് പോവാനുണ്ട്. കുറച്ചല്ല, ഒരു 2 മിനിറ്റ് പോകാൻ. ഇവിടുന്ന് നേരെ വണ്ടി എടുക്കും. ഡ്രൈവർ ബൾബർ വന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. ഇത് കാണിച്ചു തരാം അല്ലേ? അതെ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങൾക്ക് യൂണിഫോം ഡേയാ. അതുകൊണ്ട് എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ടു. ബൾബർ കയറും ഇപ്പൊ പോയോണ്ടിരിക്കുന്നത്. നമ്മുടെ റൂട്ട് നല്ല വഴികളാണ്. നല്ല സൂപ്പർ വഴിയാ. ഈ കുണ്ടും കുഴിയൊക്കെ കാണിച്ചു. ആ വേസ്റ്റ് ഒക്കെ കാണിച്ചു. നിങ്ങൾ പറയുന്ന വേസ്റ്റ് ഞാനാ. കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ എത്തി. ഹാപ്പി വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കാണ്. ഗേറ്റിൽ കൂടെ കയറ്റോ ഇനി വെടിക്കാടൊക്കെ ഉണ്ട്. വരുന്നുണ്ട്. ഹാപ്പി വണ്ടി വെക്കാൻ പോയിട്ടാണ് ഉണ്ടായിരുന്നത്. അവള് വന്ന് ഇനി ഒരു ഓട്ടപ്പാച്ചിലാണ് നമുക്ക്. അതല്ലാത്ത പക്ഷെ നമുക്ക് ക്ലാസ്സിലൊന്നും കയറാൻ പറ്റില്ല. പറയട്ടെ, 9:40 നമുക്ക് ക്ലാസ്. ഇപ്പൊ 10 നമുക്ക് കയറ്റാൻ നോക്കാം. മിക്കവാറും ഞങ്ങളൊന്നും കയറ്റാൻ ചാൻസ് ഇല്ല. ഞങ്ങൾക്ക് റെയ്ന സാറാണ് ഇപ്പൊ ഇന്ന് ക്ലാസ്സിനുള്ളത്. എന്നിട്ട് നമ്മൾ ഇത്ര കൂളായിട്ട് നടന്നു പോകുന്നത് എന്തെന്ന് വെച്ചാല് പറഞ്ഞില്ല ഗൈസ്, നമ്മൾ ഓടണം. അല്ലാണ്ട് നമുക്ക് ക്ലാസ്സിൽ ഓടാൻ വയ്യ ഗൈസ്. കാരണം ഫുഡ് കഴിച്ചിട്ട് ഈ പെണ്ണിനല്ലേ നമ്മൾ കണ്ടത്. അവൾ ഇത്ര തന്നെ നല്ല ഡിപ്പാർട്ട്മെന്റ്. നന്നായിട്ട് ഇങ്ങനെ പറയാം. അതെ ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നമ്മളൊരു കോളേജ് ടൂർ ഈ അടുത്ത് ചെയ്യും. എന്നാണെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യും. പറ്റുമോ അറിയില്ല. എന്നെ കണ്ടു ഞാൻ ചിലപ്പോൾ കേൾക്കും. ടിങ്കിൾ മറിയുടെ സാറാണ്. ടിങ്കിൾ മറിയൊക്കെ ഭയങ്കര ഇഷ്ടം. ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാട്ടൊക്കെ പാടി തരും ക്ലാസ്സിൽ. അപ്പോൾ ടിങ്കിൾ മറി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഹാപ്പിക്ക് കയറാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിൽ കയറാം. ലാസ്റ്റ് ഇപ്പോൾ ടിങ്കിൾ മറി എന്നെയും പോകും ചവിട്ടി പുറത്താക്കുന്നു. നമ്മളങ്ങനെ എത്താറായി ഗൈസ്. എന്താവുമെന്ന് കണ്ടറിയാം. ഓപ്പൺ ആണ് ഗൈസ്. ഒന്നും പറയണം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളെ ക്ലാസ്സിൽ കയറ്റി ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങൾ തരാൻ പറ്റിയില്ല. അല്ലേ? അങ്ങനെ കഴിഞ്ഞു. ഇനി അങ്ങനെ അവർ കഴിഞ്ഞു. ഇന്റർവെല്ലാണ്. ഒന്ന് താഴേക്ക് പോയി എല്ലാവരെയും കണ്ടിട്ട് വരാം. ഗൈസ്, ഇന്ന് ചന്ദനയുടെ ബർത്ത്ഡേ ആണ്. അതെ, ഞങ്ങൾ ഇന്നലെ നമ്മളൊരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. ഉറങ്ങിപ്പോയി. ആര്? ഞാനായിരുന്നു വ്ളോഗ് എടുക്കേണ്ട ആൾ. പക്ഷെ ഇവളാണെങ്കിൽ എടുത്തൂല്ല, ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി. ബർത്ത്ഡേ ഗേളിനെ കാണാം. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് ബർത്ത്ഡേ. ഇതാരാണ്? എല്ലാം നല്ലതേ ഇതാണ്. ഇതാണ് KCയുടെ ലീലാവിലാസം. നമ്മൾ വൈകിട്ട് പോകുന്നതാണ്. ആ കുഞ്ഞിനെ ഓർമ്മയുണ്ടോ? ആ കുഞ്ഞിനെ ഡാഡി പറയുന്നു. നമുക്ക് സിദാനെ പരിചയപ്പെടുത്തരാം. ഇതാണ് സിദാൻ. എനിക്കിന്റെ ഭാഗ്യമുണ്ടായി വ്ളോഗിലേക്ക് വരാൻ.
വളരെയധികം സന്തോഷമുണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ ബ്ലോഗിൽ വരാന്ന് പറഞ്ഞാൽ. അതെ അതെ അതെ. പിന്നെ ഏറ്റവും ഞാൻ ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ. ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതാ ആത്മാർത്ഥ സുഹൃത്ത് കേസി, സ്വന്തം 2 കിലോമീറ്റർ വ്യത്യസ്തം നമ്മളെ വീടുള്ളത് എപ്പോഴും കാണാൻ വരും. നാട്ടിപ്പോൾ എപ്പോഴും സ്നേഹം മാത്രമേ. നീ ആകെ ഒരു പ്രാവശ്യം ഞങ്ങൾ 3 ഏകദേശം ഒരു സ്ഥലത്താണ്. ഇല്ല, ഞങ്ങൾ ഏകദേശം 2-3 കിലോമീറ്ററിന്റെ വ്യത്യാസം. ഞങ്ങൾ പക്ഷെ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് അല്ലേ. വൈകുന്നേരം എപ്പോഴും ചായ കുടിക്കാൻ വന്നിട്ട് ഞാൻ പറയട്ടെ, ഒരിക്കൽ മാത്രമേ നമ്മൾ ഇതുവരെ നാട്ടിൽ നിന്ന് ഇവരൊന്നും കണ്ടിട്ടില്ല. ആകെ ഇവർ രണ്ടാളും ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചായ കുടിക്കാൻ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഒരു പീരീഡ് കൂടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ പീരീഡ് കൂടി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലായിരിക്കും നമ്മൾ ഈ ഒരു പീരീഡ് ഇരിക്കുക. അടുത്ത പീരീഡ് ലഞ്ച് ബ്രേക്കാന്ന് വിചാരിച്ചിട്ട് സാറ് വന്നു ഗൈസ്. സാർ നമുക്ക് ഇഷ്ടമല്ല. ഈ സാറ് ചിരിക്കില്ല ഗൈസ്, ഇങ്ങനെ നിൽക്കൂ. സാർ എല്ലാവരും എണീച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, പിന്നീട് കാണാം. ഗൈസ് ഞങ്ങൾക്ക് എഴുതാൻ തന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഈ പീരീഡ് അവസാനിക്കാറായി. സാറ് പോയി. സാർ പോയിട്ടില്ല, അറ്റൻഡൻസ് എടുക്കാനുണ്ട് ഇനി. ഗൈസ് ആരും നമ്മുടെ വ്ളോഗിനെ സപ്പോർട്ട് ചെയ്തില്ല. ചിരിക്കാൻ പോലും പാടില്ല ഈ ക്ലാസ്സിൽ. ചിരിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട് അടിക്കണം സാറത്. ചിരിക്കാൻ പോലും പാടില്ല. നോ ഡിസ്കഷൻ ഗൈസ്. വർത്താനം പറയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല. Identification of the business process. Identification of business process. നിന്റെ വാക്കും കേട്ട് പറഞ്ഞു ചിലപ്പോ. Identification of the business process. ആരും മൈൻഡ് ആക്കുന്നില്ല. സാർ കേൾക്കൂല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പറയണം, അതാണ് അവിടെ ബോർഡും കണ്ടിന്യൂറ്റി ബിസിനസ് കണ്ടിന്യൂറ്റി. The identification of business process that must be കഴിഞ്ഞതിൽ എന്തെടുത്തെന്ന് ചോദിക്കണം. അല്ലാണ്ട് ഇപ്പോഴത്തേലും എന്താന്നല്ല. ഞാൻ ഒരുത്തൻ്റെ ഫോൺ പിടിച്ചു. അല്ല ഫോൺ പിടിച്ചില്ല. എഴുതാൻ പറഞ്ഞതാണ് ഗൈസ്. ഫോൺ പിടിച്ചില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ കോളേജിൽ നിന്ന് എന്തോ ഇൻസ്പെക്ഷനും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഒരാൾ മൈൻഡ് ചെയ്യണില്ലടി. ആളവിടെ നിന്ന് എന്താ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ ആരും മൈൻഡ് ചെയ്യണില്ല. ആരും ആൻസർ പറയുന്നുണ്ട്, പക്ഷേ Identification of the business processes that must be restored first in the event. ഞാൻ ഇത്ര സമയം ഇവിടുന്ന് പറഞ്ഞിട്ട് ആരും മൈലാക്കില്ല. ക്ലാസ്സിലിരുന്ന് കാൻഡി ക്രഷ് കളിച്ചിരിക്കുന്ന ഗൈസ്. അപ്പോൾ നമ്മൾ അറ്റൻഡൻസ് എടുക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ചപ്പാത്തി തിന്ന് തീർത്തു. അയ്യോ പറയാമല്ലേ. വീട്ടിലൊക്കെ സീനാ അല്ല. ഗൈസ് നമ്മൾ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞു. ഇത് ടീച്ചേഴ്സാണല്ലോ, പക്ഷെ അവർക്ക് മലയാളം അറിയില്ല ഗൈസ്. അപ്പോൾ ഇനി ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ നീ പുറത്തുനിന്നല്ലേ ഫുഡ് കഴിക്കുന്നത്? ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് ഗേറ്റ് തുറന്നിട്ടില്ലേ, അതൊന്ന് കറങ്ങി പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കാണാമല്ലേ. ഞങ്ങൾ സ്പ്ലിറ്റ് ആവും ലഞ്ച് ബ്രേക്കിൽ. അവിടെ അച്ഛൻ്റെ പേര് ചെയ്യുന്ന അപ്പോൾ ഗൈസ് ഞാൻ ലാസ്റ്റാണ്. ഞാൻ അതിൻ്റെ തൊട്ട് മുൻപാണ്, കാരണം ഞാൻ ബി ആണ്. ഞാൻ ടി ആണ്.
ഉൾപ്പെടെ A to B ആണ്. B കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈ ഉണ്ട്. വൈ വരെയാണ്. ഇവനല്ലേ യദു കൃഷ്ണൻ, അവനാണ് ലാസ്റ്റ്. അല്ല, ഏരിസ്വാമി ഉണ്ട്. ഏരിസ്വാമി ഈ ക്ലാസ്സിലില്ല. ഏരിസ്വാമി എഫ്.എമ്മില. ഭയങ്കര ബിസിയാണ്. ഇത് ഒരെണ്ണം ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. കാരണം നാളെ നമുക്ക് അസൈൻമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അസൈൻമെന്റ്സ്. നമ്മൾ IB ഇപ്പോൾ എന്താ തന്നതെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നാളെ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ടി വരും. ഇതാണ് ലഞ്ച്. ബണ്ണുണ്ട്, ഹൽവയുണ്ട്, അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ പൂരി നല്ല ടേസ്റ്റ് അല്ല, പൂരിയല്ല, ബണ്ണ് നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ്, ചായ നല്ല ടേസ്റ്റാണ്. പിന്നെ ഹാപ്പി ഗേൾ അത് ബേൽപൂരി എന്ത് ദഹിപൂരി, പൂരിയും സബ്ജിയും. ഓക്കെ, ഹാപ്പി മസാലപ്പൂരി. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. അടുത്ത അവർ സ്റ്റാർട്ടായി. ഇനി ഒരു അവറും കൂടി ഉള്ളൂ നമുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് ബ്രേക്ക് കഴിയും. ഇന്ന് ചന്ദന സുധീറിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അമൽ കേസിയാണ്. അമ്മക്ക് നമ്മൾക്ക് ഷെയർ ചെയ്തു. അതന്നെ, അമൽ കേസിന്റെ വീട്ടുകാരെല്ലാവരും വീഡിയോ കാണുന്നതാണ്. തെറിയുടെ അഭിഷേകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അമൽ കേസിന്റെ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൈസ്, ഇന്നലെ നമ്മൾ ചന്ദന സുധീറിന്റെ ബർത്ത്ഡേ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കേക്കൊന്നും റിയൽ കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം നമ്മൾ മണ്ണോണ്ട് ഉണ്ടാക്കിയ ഒരു കേക്കായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ 12 മണിക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ആളൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഒരു കേക്ക് വേറെ ഒരെണ്ണം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അത് അറേഞ്ച് ചെയ്യാനുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്യും. ഇത് റിഷാൽ. ഹായ് റിഷാൽ. അങ്ങനെ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മളിനി ചായ കുടിക്കാൻ പോവാണ്. ഹായ് വിദ്യാപൂ. ഹായ്. പാങ്കുണ്ട്. ഞാനല്ല, നീ. നമുക്ക് കുറച്ച് മലയാളം അറിയാം. ഇവളുടെ പാരൻസ് കാസർഗോഡാണ്. അപ്പോൾ മലയാളം അറിയാം. കന്നഡയാണ്, കന്നഡക്കാരിയാണ്. മനസ്സിലാവുമായിരിക്കുമല്ലോ. മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതല്ല, അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ നമ്മള് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹായ് സുഹൃത്തുക്കളെ. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അല്ല, അതല്ല, ക്ലാസ് കഴിഞ്ഞു. നമ്മളിനി ചായ കുടിക്കാനായിട്ട് പുറത്ത് പോകും. ഇന്ന് ചന്ദനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചന്ദനയുടെ ട്രീറ്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ചായയും കടിയാണ് ചന്ദന സുധീർ ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി നമ്മൾ പോകും. സമൂസ ഉണ്ടാവും. ആ, എൻജോയ്. ബൈ. അപ്പോൾ നമ്മൾ ചന്ദന സുധീറിന് സർപ്രൈസ് വേറെ ഒരുക്കുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ഈ കൈപ്പുറത്തുനിന്ന് ഇങ്ങനെ കൈവിട്ടിട്ട് ആ ഒരു പെണ്ണ് വരുമല്ലോ, അതുപോലെ. എന്ത്? ഓക്കെ, ഒന്നല്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഇത് കഴിഞ്ഞു. നമുക്കിനി റൂമിലേക്ക് പോവാം. ചായ കുടിക്കാൻ പോവാം. അത് കഴിഞ്ഞ് റൂമിൽ പോവാം, ഫ്രഷ് ആവാം, കുക്ക് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തോണ്ട് എന്താണെന്ന് അറിയോ, ചന്ദന സുധീറിന്റെ ബർത്ത്ഡേ കേക്ക് ലേക്കിൽ വെച്ചിട്ട് മുറിക്കാണ്. എവിടുത്തെയാ? എല്ലാ ദിവസവും കിട്ടിയോ? ഇവിടുത്തെ ലേക്കിൽ വെച്ച് മുറിക്കാന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം കുറേ കാരണങ്ങളുണ്ട്, പറയുന്നില്ല. കൈ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഗൈസ്. ബാക്കി അപ്ഡേഷൻസ് ചായ കുടിക്കാൻ പോകുന്ന പോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഇതുപോലെ ആർക്കും ബിൽഡിങ്ങിൽ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ചന്ദന സുധീറിനാണ് ഞങ്ങൾ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കൂ. അതെ, ഓക്കെ, എല്ലാവരും പോയി സർപ്രൈസ് ആയി. നല്ല ഒരു കേക്ക് മുറിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലൊരു സന്തോഷം കിട്ടും. നല്ലോണം. അതായത് ഫസ്റ്റ് നമ്മൾ കേക്ക് ബോക്സ് ഇവള് പറയുന്നുണ്ട് കൊണ്ടുവന്നപ്പോ തന്നെ. എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഉടായ്പ് കാണിക്കും. കാരണം എല്ലാവർക്കും കേക്കിനെ മുറിക്കണം. നമ്മളെപ്പോഴും പറയണതാ കേക്ക് മുറിക്കണത് എന്തെങ്കിലും മാറ്റി പിടിക്കണം. പക്ഷെ എന്നാലും നമ്മൾ കേക്കിനെ മുറിക്കാം. അപ്പൊ ഇത് രണ്ടാമത്തെ സെക്ഷനായി. കഴിഞ്ഞു അല്ലേ? അപ്പൊ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടപ്പോ തന്നെ ഇവള് പറഞ്ഞു ഇതിലുണ്ടാവൂല. ഞാൻ പറഞ്ഞു ഇവര് പെട്ടി കൊണ്ടത് പറയാം, ഇതിൽ കേക്കില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും പ്രതീക്ഷിച്ച് ഓക്കെ. അപ്പൊ എന്നിട്ട് പറഞ്ഞു നമ്മള് എന്നാ ഒറിജിനൽ കേക്ക് എടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്തപ്പോ ഞെട്ടി. അത് കഴിഞ്ഞ് വേറൊരാള്
ഒരു കവറിലെല്ലാം എടുത്തിട്ട് ഒരു സാധനം കൊടുത്തു. അപ്പൊ ഗൈസ് എല്ലാരും നോക്കി ചിരിക്കുന്നതാട്ടാ. മൈൻഡ് ചെയ്യണ്ട നമുക്ക്. അപ്പൊ എന്നിട്ട് അപ്പോൾ ഒരാൾ കവർ എടുത്തിട്ട് കൊടുത്ത്. അപ്പൊ ഇവള് ചോദിച്ചു ഗിഫ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അത് കൊടുത്തപ്പോ അതിലും ഒന്നുമില്ല. അതിലൊന്നുമില്ല, അത് നമ്മള് മണ്ണിട്ട് കുഴച്ച കേക്ക്. അല്ലല്ല, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കവർ എടുത്ത് കൊടുത്തു. അപ്പൊ അതില് മിക്സി ആയിരുന്നു. അപ്പൊ നല്ല സങ്കടമായി. സങ്കടമല്ല, ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നെ എല്ലാരും നല്ല രീതിയിൽ ഇവള് ഇപ്പൊ 3 വട്ടമാണ് ഇതായത്. ചമ്മിപ്പോയി. പ്രതീക്ഷിക്കും ഇപ്രാവശ്യം എന്തെങ്കിലും കിട്ടുന്നു. പക്ഷെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പറ്റിക്കലായിരുന്നു. ഗിഫ്റ്റോ ഗിഫ്റ്റോ എന്താ കഴിച്ചേ? കലമാസ. എന്താ കഴിച്ചേ? നീ കട്ട്ലേറ്റ് അല്ലേ കഴിച്ചേ? നമ്മള് ചായയും കടിയൊക്കെ ചന്ദന ട്രീറ്റിൽ നമ്മൾ കഴിച്ചു. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് കേക്ക് വാങ്ങിട്ട് നമ്മൾ ലേക്ക് പോകും. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ലേക്ക്, ഒരു പാലോ. അങ്ങനെ നമ്മളുടെ ഒഫീഷ്യൽ നന്ദിനി ബേക്കറി എത്തിയിരിക്കുകയാണ്. കണക്ക് സൈസ് ചെയ്ത് നീളം കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് വൃത്തിയാണ്. അത് പൊട്ടിയതാടി നടുക്ക്. ഇല്ലടാ, ഇതാ കാണാൻ കുറച്ചെങ്കിലും വൃത്തിയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. താങ്ക് യു. നമ്മളിതില് ചന്ദനേനെ വേറൊരു രീതിയിൽ പറയാന്നാണ് അവള്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഞാൻ എന്റെ കൈ കൊണ്ട് എഴുതി കൊടുക്കണം. വൃത്തിയില്ലാണ്ടാക്കി വെച്ചത്. എടി ഇത് വൃത്തിയിലല്ലടി കാര്യോ. അങ്ങനെ എന്താണ് നമ്മുടെ കേക്ക്. ഇത് ഞാൻ എഴുതിയതാണ്. വി ലവ്. ഇത് ടിങ്കിൾ എഴുതിയതാണ്. എങ്ങനെയൊക്കെ കൊളാക്കാം അങ്ങനെയൊക്കെ കൊളാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കൊളാക്കാൻ പറ്റും തോന്നുന്നില്ല. ഇല്ല, അതിന് എല്ലാ സ്പേസും ഉള്ള സ്പേസിൽ ഫുള്ള് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ല, ഇതില് ഭംഗിയിലല്ലോ കാര്യം. അതെ, ഞാൻ ഭംഗിയിലെ ഞാനും ഭംഗിയിൽ നിങ്ങൾ പറയുക. ഇതിലും അവിടെ നന്ദിനി പുതിയ. അപ്പൊ അങ്ങനെ ഞങ്ങള് കേക്കില് പോവാണ്. ചന്ദ്രൻ അവിടെ ഉണ്ട്. അപ്പോ ഇതാ നമ്മളെ ബിൽഡിംഗ്. അതൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്കിനി. അയ്യോ, കാണുന്നില്ല. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും. 3:20 അല്ല 3:20 പറഞ്ഞിട്ട് 3:30 അയച്ചോടിട്ട് ഓടി. അല്ല 3:20 പറഞ്ഞിട്ട് 3:30 10 അയച്ചോടത്തിന് ഓടി. ഈ കേക്കിന് എത്രത്തോളം നമ്മൾ ഭംഗിയാക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ വേറെയും ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ചന്ദന സുധീർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടോ? അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സർപ്രൈസ് വെക്കാൻ പറ്റുമോ? ഇല്ല, വേണ്ട ഇനി എന്തെങ്കിലും കാണും. കുഴപ്പമില്ല. നമുക്ക് ഹാപ്പി ബർത്ത്ഡേയും പറഞ്ഞിട്ട് പോവാം. ഞങ്ങൾ എത്തി. പെട്രോൾ അടിച്ച് വന്ന് ജോലിയടക്കം എത്തി. അവിടെ നമ്മളെത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ, ലൈറ്റർ വാങ്ങിയിട്ടില്ല. നമ്മളെ മെഴുകുതിരി വാങ്ങിയിട്ടുണ്ട്. തീപ്പെട്ടി വാങ്ങിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇഷ്ടായാ? താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. അങ്ങനെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഞാനിപ്പോ ശരിക്കും ഒരു കേക്കായിട്ട് വന്നു. ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല.
സൺസെറ്റ് കാണാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. പക്ഷെ ഞങ്ങൾ ലാഗായി ഇപ്പൊ പ്രതീക്ഷ. ഇല്ല ലാഗായപ്പോ നിങ്ങൾ ടീഷർട്ട് വാങ്ങാൻ കയറി എന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ചിന്തിച്ചോളൂ. ഇതിനെ കുറിച്ച് ഞാൻ എന്തായാലും ചിന്തിച്ചില്ല. അപ്പൊ എല്ലാവർക്കും നന്ദി. സർപ്രൈസ് ആയില്ലേ പ്രാവശ്യം? നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഭയങ്കര ഇരുടായി വെളിച്ചപ്പുറത്താ. അപ്പോൾ പ്രോ റൈഡർ പ്രോ റൈഡർ ഹാപ്പിയാണ് വണ്ടി ഓടിക്കുന്നത്. സ്കില്ല് കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെയും കൂടി പോയി കഴിഞ്ഞാൽ 2 ദിവസം ലീവാണ്. ഞാൻ നാട്ടിൽ പോവാണ് ഗൈസ്. പെരുന്നാളാണ് ഗൈസ്. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പേടിക്കണം. ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബിൽഡിങ്ങിലെത്തി. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.